കാരിസ്മൽ അന്വേഷണത്തിനുണ്ടായിരുന്ന സമയത്ത് പെങ്കൊച്ചിനെ കൊണ്ടെന്നാണ്. ആ പെങ്കൊച്ചിന് എപ്പോഴും വയറുവേദന എന്നൊക്കെ പറഞ്ഞാല് രാത്രി ആളെ തുറക്കുകയില്ല, കടന്ന് കരച്ചിലും പിന്നെ ഇതിനെ പൊക്കി രാത്രി നട്ടപ്പാതിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 1-2 തവണയൊന്നുമല്ല, നിരന്തരമായ കലാപരിപാടിയായിട്ട് ഇത് മാറി. അവിടെ ചെന്ന് ഡോക്ടർ വീണ്ടും എല്ലാ ചെക്കപ്പൊക്കെ ചെയ്യാൻ പറയും. ചെക്കപ്പൊക്കെ നടന്ന് ഡോക്ടർ പറയും പെങ്കൊച്ചിനൊരു കുഴപ്പമില്ല. മാതാപിതാക്കൾ തന്നെ ആണ് ഈ പെങ്കൊച്ചിനെ അന്വേഷണത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അന്വേഷണത്തിന് പ്രാർത്ഥിച്ച സമയത്ത് അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില മുറിവുകൾ പരിശുദ്ധാത്മാവ് അച്ഛനെ വെളിപ്പെടുത്തി കൊടുത്തനുസരിച്ച് അച്ഛൻ ആ വിഷയം വെച്ച് ചോദിച്ചു. ആ വിഷയങ്ങളിലൂടെ കയറിയ ഒരു തിന്മയാണ്. അതായത് ആ പെങ്കൊച്ചി ചെറുപ്രായത്തിലെ അവളുടെ തന്നെ കുടുംബത്തിലുള്ള ഒരു സഹോദരൻ എന്ന് ഗണിക്കാവുന്ന ഒരു വ്യക്തിയാല് ഇങ്ങനെ ശാരീരികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥ. കയറി പിടിക്കുകയൊക്കെ ചെയ്തു. ആ പെങ്കൊച്ചിനെ ആരുമില്ലാത്ത സമയത്ത് അത് വല്ലാത്തൊരു വല്ലത്തൊരു വല്ലാത്തൊരു വേദനയൊക്കെ മനസ്സിലായി. പറയാൻ തോന്നില്ല, കാരണം ഏറ്റവും അടുത്ത ക്ലോസ് റിലേഷൻ ഈ പെങ്കൊച്ച് സ്വന്തം സഹോദരനായിട്ട് കണ്ടൊരു പയ്യനാണ്. പറയാൻ പറ്റാതെ മനസ്സ് സൂക്ഷിച്ച് വിഷമമെടുത്ത് അത് ഈ പെങ്കൊച്ച് തന്നെ ഒരു ഭാരമായിട്ട് മാറി. അതിലൂടെ വന്ന ഇഷ്യൂസുകളാണ് ഈ പെങ്കൊച്ച് പിന്നെ കടന്നു പോകുന്നത്. കണ്ടിന്യൂസ് ഉദര സംബന്ധമായ പെയിനും ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസുമായിട്ട് ഈ പെങ്കൊച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അന്വേഷിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് കിട്ടി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്. അപ്പൊ അതിലൂടെ മനസ്സിലൊരു മുറിവേറ്റു. ആ മുറിവിന് സൗഖ്യം കിട്ടാതെ ഈ പെങ്കൊച്ചിന് ഈ ശരീരത്തിന്റെ രോഗത്തിന് സൗഖ്യം കിട്ടില്ല. ആ പെങ്കൊച്ചിനോട് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് ഓർമ്മയിലെടുത്തു. ആ സംഭവത്തെയും ആ വ്യക്തിയെയും എടുത്തു. കർത്താവിന്റെ സ്നേഹത്തിൽ ക്ഷമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. ക്ഷമിക്കാതെ നമുക്ക് വിടുതൽ കിട്ടില്ല. മനസ്സിന് മുറിവേറ്റെങ്കിൽ ഏതിലൂടെ മുറിവേറ്റോ ആ വിഷയത്തോടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ആ വ്യക്തിയോടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം, അല്ലാതെ നമുക്ക് സൗഖ്യം കിട്ടില്ല. അപ്പോ അങ്ങനെ അന്വേഷിച്ച ആ വിഷയത്തിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് തന്നെ ഏറ്റു പറയിപ്പിച്ചു. ഈശോയുടെ സൗഖ്യം ആ പെങ്കൊച്ചിനായിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചൻ ഒരു വിടുതൽ പ്രാർത്ഥന നടത്തിയപ്പോൾ ആ പെങ്കൊച്ച് അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും താഴെ കിടന്ന് അലറവും കാറവും വട്ടം കറങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് കാണുന്നത്. അത് കഴിഞ്ഞാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അന്വേഷിച്ചൻ ഇതേക്കുറിച്ചൊക്കെ പിന്നീട് നമ്മളോട് പറയുന്നത്. ആ ഉള്ളിൽ ഇത്രയും നാള് ഹോൾഡ് ചെയ്തിരുന്ന അവളെ മുറിവേറ്റവളായി അവളുടെ ജീവിതത്തിൽ അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ മുറിവ് വെളിവാക്കപ്പെട്ടപ്പോ മുറിവിൽ പിശാചിന് ഒളിച്ചിരിക്കാൻ പറ്റും. ഒരിക്കൽ പിടിക്കപ്പെട്ട നമ്മൾ ഈ സാറ്റം പാത്തൊക്കെ അടിക്കല്ലേ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ തിന്മയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അത് വല്ലാതെ കടന്ന് അങ്ങോട്ട് അസ്വസ്ഥപ്പെട്ടതാണ് ആ കണ്ടത്. ആരും ചെന്നപ്പോ ആ പെങ്കുച്ച് തലമുടിയെ കുത്തിപ്പിടിച്ചിട്ട് നിലത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അന്വേഷിച്ചൻ കയറി പിടിക്കുന്നു. തല നിലത്തിട്ട് അടിച്ച് പൊട്ടാതിരിക്കാനായിട്ട് കയറി പിടിക്കുന്നുണ്ട്. ഞാൻ രണ്ടിനോടെയൊക്കെ പ്രാർത്ഥിച്ചു. കുറെ നേരം പ്രാർത്ഥിച്ചു. വിടുതൽ പ്രാർത്ഥനയൊക്കെ നടത്തി ഈ പെങ്കുച്ചിനെ വിട്ടു. പിന്നീട് സംഭവിച്ചെന്താന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഈ അന്വേഷണത്തിന് വന്ന് ഈ പെങ്കൊച്ച് കാണുകയുണ്ടായി. ഒരു അമ്മയും പെങ്കൊച്ചും കൂടെയാണ് വന്നത്. അതിനുശേഷം ആ പെങ്കൊച്ചിന് ഇന്ന് വരെ ഈ ഉദര സംബന്ധമായ വേദനയോ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസോ ഉണ്ടായിട്ടില്ല. എന്ന് പറയാൻ ഹോസ്പിറ്റലിൽ പിന്നെ പോകട്ടോ. എല്ലാ ആഴ്ച 1-2 പ്രാവശ്യം കുറെ നാളുകളായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിക്കൊണ്ടത് പെങ്കൊച്ചാണ്. ആ മേഖലയിൽ സൗഖ്യം കിട്ടി. കർത്താവ് തന്ന അധികാരത്തിൽ മത്തായി 10:1 മർക്കോസ് 3:13 കർത്താവ് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരത്തിൽ ഒരു ഡെലിവറൻസ് പ്രയർ നടത്തി ആ വിടുതൽ പ്രാർത്ഥനയില് കുറെ നാളുകളായിട്ട് ഈ പെങ്കൊച്ചിന്റെ മേൽ അധികാരമെടുത്ത മുറിവിൽ അധികാരം നിന്ന ആ തിന്മ ആ ബന്ധിച്ച് ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോ ആ പെങ്കൊച്ചിന്റെ ശാരീരിക രോഗം മാറി. അവിടെ മനസ്സിനേൽക്കുന്ന ചില മുറിവുകള് അതിന് സൗഖ്യം കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മളെ ശരീരത്തിൽ രോഗിയാക്കി മാറ്റും. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമുക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയ്ക്ക് ഒരു വിടുതൽ കിട്ടിയാൽ സൗഖ്യം കിട്ടാനുള്ളതേ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത കലഹങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും കലഹമാണ്. അപ്പനും അവരോട് ചുമ്മാ മുഖത്തേക്ക് നോക്കിയാൽ മതി, അവർ അടിയിലെ പിരിയുള്ളൂ. എപ്പോഴും അസമാധാനം തന്നെ, അസ്വസ്ഥത തന്നെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഒരു വിടുതൽ പ്രാർത്ഥന ആവശ്യമാണ്. രോഗപീഠകള് കുടുംബത്തിൽ അലയടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിരന്തരമായ രോഗപീഠകള്, അതായത് ഒരാളുടെ രോഗം കഴിയും അടുത്ത ആൾക്ക് രോഗം, അടുത്ത ആളുടെ രോഗം, വീണ്ടും എപ്പോഴും രോഗം. കുടുംബത്തിൽ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാവർക്കും രോഗാച്ച, എപ്പോഴും രോഗാന്ന് പറയും. വിടുതൽ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ് ആ കടന്നു പോകുന്നത്. പിന്നെ എവിടെ തൊട്ടാലും തടസ്സം നേരിടുന്ന അവസ്ഥകൾ, അതിന്റെ പിന്നില് ഒരു വിടുതൽ ആവശ്യമുണ്ട്. ചിലപ്പോ പാപം മൂലം പ്രവേശിച്ച തിന്മയാകാം. എന്തായാലും ഒരു വിടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഒന്നാണ് സാമ്പത്തികമായിട്ട് ഒരു വിധത്തിലും ഉയരാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്താലും മാസാവസാനം വരുമ്പോ നമ്മൾ പറയല്ലേ, ഈ വരവിനേക്കാളും കൂടുതൽ ചെലവായിരിക്കും, ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ വിഷയത്തിന് മേൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു വിഷയമാണെന്ന് അറിയണം. അടിക്കടി അനർത്ഥങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ ആദ്യം നമ്മളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കണം, ഇത് എൻ്റെ പാപം കൊണ്ടാണോ?
അത് കഴിഞ്ഞിട്ട് ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ സ്വീകരിക്കാവൂ.